ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കൃഷ്ണരാജാണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് ട്രേഡിങ് മാത്രമല്ല, എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സുണ്ട്. അതേപോലെ ഒരു ഗോൾഡ് ഫൈനാൻസ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ് ആയതുകൊണ്ട് എനിക്ക് ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ടൈം കിട്ടിയപ്പോൾ ആലോചിച്ചു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ മൈ ഓൺ അക്കൗണ്ടാണ്. ഞാൻ ഇതിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ഏപ്രിലാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം എൻ്റെ റിസൾട്ട്. ഫസ്റ്റ് ഞാൻ പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ വളരെ കൺസർവേറ്റീവായിട്ടുള്ളൊരു ട്രേഡറാണ്. കാരണം എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു വിഷയമില്ല. കംഫർട്ടബിളായിട്ട് ജീവിക്കണം, മാന്യമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫണ്ടിൻ്റെ ഒരു മേജർ പോർഷൻ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് GSEC-ലാണ്. എനിക്ക് അതൊന്ന് 7% ഇൻട്രസ്റ്റ് കിട്ടും. അത് പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അത് ക്യാഷ് ഈക്വലൻ്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ അഡീഷണൽ ക്യാഷ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ, പിന്നെ ഞാൻ ചെറിയ രീതിയിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ചെറിയ രീതിയിൽ ഒരു SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മൈ ഓൺ അക്കൗണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾ. ഓക്കെ, ഇതാണ് മിഡ് ക്യാപ്പ്, 14,000 രൂപ, 20% SIP ആണ് കേട്ടോ. 20% ഗ്രോത്ത് ഉണ്ട്. അതേപോലെ സ്മോൾ ക്യാപ്പും ഇതൊക്കെ ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്. ഇതുണ്ടോ, ഇതെല്ലാം GSEC ആണ്. ഈ 3 GSEC ആണ്. അതുകൊണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 lakhs, 26 lakhs, 35 lakhs. ഇതിൽ നിന്ന് എനിക്ക് 7%, 7.54%, 7.41%, 7.26% ഇൻട്രസ്റ്റ് എല്ലാ 6 മാസം കൂടിയിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നെ ലിക്വിഡ് ബേസിലും കുറച്ച് പൈസ, ഒരു 10-15 ലക്ഷം രൂപ എനിക്ക് ലിക്വിഡിറ്റി, കാരണം എനിക്ക് ഫൈനാൻസ് കമ്പനി ഉള്ളതുകൊണ്ട് എനിക്ക് ലിക്വിഡിറ്റി ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫണ്ട്, ഒരു 10-15 ലക്ഷം രൂപയോളം ലിക്വിഡ് ബേസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പം വേണമല്ലോ അത് ലിക്വിഡിറ്റി ചെയ്യാം, ക്യാഷ് എനിക്ക് എൻ്റെ ഫൈനാൻസ് കമ്പനിയിലേക്ക് മാറ്റാം. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, എൻ്റെ P&L ആണ്. ഓക്കെ, എൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ്റെ P&L. ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022, ഈ അക്കൗണ്ടിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ഏപ്രിൽ തൊട്ടിട്ടാണ്. കേട്ടോ, ഏപ്രിൽ 1 തൊട്ട് ഇതുവരെയുള്ള P&L ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ഇതുണ്ടോ, എൻ്റെ ഈ ഒരു എന്താ പറയുക, ട്രേഡിങ്ങിൻ്റെ ബ്ലോക്സ് ഉണ്ടോ? ബ്ലോക്സിൽ ഒരു 98% ഗ്രീനാണ്. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എനിക്ക് എക്സ്ട്രാ ഓർഡിനറി പണം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയല്ല സ്റ്റോക്ക് മാർക്കറ്റ്. മറിച്ച് എനിക്കൊരു ആവറേജ് റിട്ടേൺ കിട്ടിയാൽ മതി. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 6% ആണ്, അല്ലേ? ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഒരു 6% ആണ്. അപ്പോൾ എനിക്ക് 6% മേളിലോട്ട് ഒരു 6+6 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അതായത് 12% പെർ ആണ്. അതാണ് എൻ്റെ ഒരു എയിം. പക്ഷേ എനിക്കിപ്പോൾ 7% ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, GSEC-ന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് ഞാൻ ട്രേഡ് ചെയ്തിട്ടൊരു 10% ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 17% ഒരു ഇയറിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 100%ൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഈ ഗ്രീൻ ബ്ലോക്സ് കാണുന്നതിൻ്റെ മെയിൻ കാരണം, അതായത് മെജോറിറ്റി ഗ്രീൻ ബ്ലോക്സ് കാണുന്നതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ എക്സ്പെക്റ്റേഷൻസ് കുറവായതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഇനി എൻ്റെ പ്രോഫിറ്റ് കാണാൻ പോകണം. ഉണ്ടോ, 6 ലക്ഷം, 1 ലക്ഷം രൂപ ചാർജ് എല്ലാം കൂടെ നെറ്റ് റിയലൈസ്ഡ് 5,36,000 രൂപയാണ് തുടക്കം തൊട്ട് ഇതുവരെ. വളരെ ചെറിയ പ്രോഫിറ്റാണ് എൻ്റെ മാർജിൻ വെച്ച് നോക്കിയാൽ. ഈ അക്കൗണ്ടിൻ്റെ സൈസ് 80 lakhs ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 80 lakhs വെച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞ 2022 തൊട്ട് 2024 വരെ 2 വർഷക്കാലം ഉണ്ടാക്കിയത് വളരെ തുച്ഛമായ എമൗണ്ടാണ്. ഓക്കെ, അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ചെറുതാണ്. ഇനി തുടക്കകാലത്ത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് എൻ്റെ ലക്ഷ്യം മൊത്തം ക്വിക്ക് മണി, പെട്ടെന്ന് കോടീശ്വരനാകുക. എൻ്റെ വാഗണാറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വാഗണാർ മാറ്റിയിട്ട് ബെൻസ് ആക്കുക, ഡിഫൻഡർ ആക്കുക, എന്നൊക്കെയായിരുന്നു എൻ്റെ തുടക്കത്തിലുള്ള എൻ്റെ വിഷ്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് മാറ്റിയിട്ടാണ് ഈ ഒരു റിയലിസ്റ്റിക് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ തുടക്കം തൊട്ട് ഇപ്പോൾ ഏപ്രിൽ 22 തൊട്ട് 2022 ഏപ്രിൽ 1 ഞാൻ തുടങ്ങിയത്. 2022 സെപ്റ്റംബർ വരെയുള്ള എൻ്റെ ഒരു ഇത് നോക്കിയോ, സെപ്റ്റംബറിൽ
ഓഗസ്റ്റ് ലാസ്റ്റ് വരെ 31 വരെ നോക്കണേ. കണ്ടോ, ഞാൻ 1,69,000 രൂപ ലോസ് പ്ലസ് 18,000 എൻ്റെ ചാർജ് എല്ലാം കൂടി 1,87,000 രൂപ ഞാൻ ലോസിലായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. കാരണം എൻ്റെ അഗ്രസീവും എൻ്റെ ഓവർ എക്സ്പെക്റ്റേഷനും. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. സെപ്റ്റംബർ തൊട്ടിട്ടാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തപ്പം റിയലിസ്റ്റിക് ഫിഗറിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തപ്പം എനിക്കുണ്ടായ ചേഞ്ചസ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയല്ലേ, നോക്കണം. കേട്ടോ, എൻ്റെ തുടക്കത്തിലെ എത്രയാണ് എൻ്റെ ലോസ്? 1,70,000 രൂപ ലോസ്, 18,000 രൂപ ചാർജ്, അങ്ങനെ 1,87,000 രൂപ എൻ്റെ ലോസിലാണ് എൻ്റെ തുടക്കത്തിൽ. ഫസ്റ്റ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 6 months. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അപ്രോച്ച് ചേഞ്ച് ചെയ്തപ്പോൾ വന്ന ഡിഫറൻസ് കൊണ്ടാണ് 10 ലക്ഷം രൂപ പ്രോഫിറ്റിലേക്ക് വന്നു. നെറ്റ് റീലേഷൻ എൻ്റെ ചാർജ് വളരെ ചെറുതാണ്. 7 ലക്ഷം രൂപ, 7,24,000 രൂപ എനിക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി സെപ്റ്റംബർ തൊട്ട്. കാരണം സെപ്റ്റംബർ തൊട്ടാണ് എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഷിഫ്റ്റ് വരുന്നത്. ഇപ്പോൾ തുടക്കം തൊട്ട് നോക്കിയാൽ നോക്കൂ, 7,23, ഓക്കെ, 5,36, അതായത് മറ്റേ 1,00,000 നിയർലി 2 lakhs എൻ്റെ തുടക്കത്തിലെ ലോസ്. അപ്പോൾ ലോസിൽ നിന്ന് ഞാൻ പ്രോഫിറ്റിലേക്ക് മാറിയതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിളാണ്. ഇപ്പോൾ എനിക്ക് റണ്ണിങ് പൊസിഷൻ ഇപ്പോൾ ഇതുണ്ട്, ഈ അൺറിയലൈസ്ഡ് ആണ് 2,64,000. അത് ഇതാണ് ഈ കാണുന്നതാണ്. അത് ചെറിയ വ്യത്യാസം അവിടെ ഇവിടെ വരും, അത് നോക്കണ്ട. ഇതിപ്പോൾ എനിക്ക് ഒരു 8,000 rupees പ്രോഫിറ്റിലാണ് ഈ ബുധനാഴ്ച ഈ ഒരു പൊസിഷൻ എൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സെല് ചെയ്തിട്ടുണ്ട് 59,000 സി ഹെവി ക്വാണ്ടിറ്റി സെല് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ 3 ദിവസങ്ങളിൽ മാർക്കറ്റ് 59,000 എത്തില്ല എന്നുള്ളതാണ് എൻ്റെ വ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം. വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഓപ്ഷൻസിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. പിന്നെ നല്ല ക്യാപിറ്റൽ, നല്ല ഹെവി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറയുന്നില്ല, എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള ആൾക്കാർക്ക് പറ്റാം. പക്ഷെ നമ്മളെപ്പോലുള്ള നോർമൽ ബ്രെയിൻ ഉള്ള ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാപിറ്റൽ വേണം. അതേപോലെ അത് വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗറിൽ, റിയലിസ്റ്റിക് ടാർഗറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടല്ലേ, എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഓൾ ഡേയ്സും എൻ്റെ ഗ്രീനിലാണ് അല്ലേ. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ളത്, വേറൊന്നുമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഗ്രീഡ് ഒഴിവാക്കിയിട്ട് റിയലിസ്റ്റിക് ഫിഗറിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്നായി വരട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. താങ്ക് യു.